വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിവിഡൻസിനെ കുറിച്ചാണ്. ഡിവിഡൻഡ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് ആക്ച്വലി കുറേ ടേംസ് വരുമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ മതി, ഡിവിഡൻഡ് പെർസെൻറ്റേജ്, ഡിവിഡൻഡ് yield, ഇന്ററിം ഡിവിഡൻഡ്, ഫൈനൽ ഡിവിഡൻഡ്, ഡിവിഡൻഡ് അനൗൺസ്മെന്റ് ഡേറ്റ്, ഡിവിഡൻഡ് പേയ്മെന്റ് ഡേറ്റ്, അതുപോലെ റെക്കോർഡ് ഡേറ്റ്, അങ്ങനെ പലതും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഈ ടേംസ് ഒക്കെയാണ് ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത്. ഒരു കമ്പനി, അതിപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാലും ശരി, ഒരു ലിസ്റ്റഡ് കമ്പനി ആയാലും ശരി, അവർ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് അവർ ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ്സ് എല്ലാം ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഈക്വലായിട്ട്. രണ്ടെന്ന് പറയുന്നത് ആ പ്രോഫിറ്റ്സ് ആ കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിവിഡൻസ് എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യണമെന്നില്ല. അതിപ്പം സ്റ്റോക്കായിട്ട് വേണമെങ്കിലും ഒരു കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും, വലിയ കമ്പനീസായ TCSും ഇൻഫോസിസും ലാർസൻ ആൻഡ് ടൂബ്രോയും ITCയും ഒക്കെ റെഗുലർലി ഡിവിഡൻസും പേ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് അവർ ബോണസ് ഷെയർസും ഇഷ്യൂ ചെയ്യാറുണ്ട്. ആ ബോണസ് ഷെയർസ് എന്ന് പറയുന്നതും ആക്ച്വലി ഡിവിഡൻഡ് തന്നെയാണ്. അതായത് ഈ കമ്പനീസൊക്കെ അവരുടെ ഷെയർ ഹോൾഡേഴ്സിനെ റിവാർഡ് ചെയ്യാൻ ബോണസ് ഷെയർസും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പനീസ് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് മാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ആനുവൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 crore ആണെന്ന് വെച്ചു. സോ മേ ബി അവർ അതിൻ്റെ 25% അല്ലെങ്കിൽ 25 lakhs മാത്രമായിരിക്കും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ബാക്കി 75%ഉം അവർ കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റീഇൻവെസ്റ്റ് ചെയ്ത ഇൻകത്തിനെയാണ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് പേ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ടിനെയാണ് റീറ്റേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ 1 crore ആനുവൽ പ്രോഫിറ്റ്സ് ആയിട്ട് ജനറേറ്റ് ചെയ്ത ഒരു കമ്പനി ഇപ്പം ഡിവിഡൻ്റ് ആയിട്ട് പേ ചെയ്തിരിക്കുന്നത് 25 lakhs ആണെങ്കിൽ ആ ബാക്കി 75 lakhsനാണ് റീറ്റേൺ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനി പ്രോഫിറ്റബിൾ ആയി കഴിയുമ്പോഴത്തേക്ക് അവർ മേ ബി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ വർഷവും ഡിവിഡൻസ് ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ എല്ലാ വർഷവും അവരുടെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ കുറച്ച് പെർസെൻറ്റേജ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ബാക്കി എമൗണ്ട്, അതായത് റീറ്റെയിൻ ഏർണിങ്സ്, അവരത് കമ്പനിയിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓരോ വർഷവും അവർ റീറ്റെയിൻ ചെയ്യുന്ന ആ ഏർണിങ്സ് അവരൊരു റിസർവായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇൻഫോസിസിൻ്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2015 അവരുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 572 crores ആയിരുന്നു. അത് 2016 ആയപ്പോഴത്തേക്ക് അത് ഡബിളായി. സോ അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2015 അവരൊരു ബോണസ് ഷെയർ അനൗൺസ് ചെയ്തിട്ടുണ്ട് 1:1. സോ അവിടെ അവരുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവിടെ ഡബിളായി. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് അവരുടെ ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി, 2018 അവരൊരു ബോണസ് ഷെയർ അനൗൺസ് ചെയ്തിട്ടുണ്ട് 1:1. സോ അതുകൊണ്ടാണ് അവരുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2018 നിന്ന് 2019 പോയപ്പോഴത്തേക്ക് അവിടെ വീണ്ടും ഡബിളായിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ റിസർവ്സ് എന്ന് പറയുന്നത് 50,000 നിന്ന് 60 ആയി, 60 നിന്ന് 67 ആയി, 67 നിന്ന് അത് താന്നിരിക്കുകയാണ്. സോ അതിനർത്ഥം അവരൊന്നെങ്കിലും ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വൺ ടൈം ഹ്യൂജ് ഡിവിഡൻസ് പേ ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ റിസർവ്സും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരു കമ്പനി പ്രോഫിറ്റബിൾ ആണെന്ന് വിചാരിച്ച് അവർ ഡിവിഡൻസ് പേ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിപ്പം എത്ര പ്രോഫിറ്റബിൾ ആണെന്ന് പറഞ്ഞാലും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഗൂഗിളിന് 100 billion പ്ലസ് ക്യാഷ് ബാലൻസ് ഉണ്ട്. പക്ഷേ എന്നിട്ട് അവർ ഇന്നേ വരെ അവർ ഡിവിഡൻസ് പേ ചെയ്തിട്ടില്ല $1 പോലും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഓരോ കമ്പനിയുടെയും ഇൻറ്റേർണൽ പോളിസി അനുസരിച്ചിരിക്കും. ഇനി ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത ഓരോ ടേംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർസെൻറ്റേജ് ആണ്. ഒരു കമ്പനി ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ആയിട്ടാണ്. അതിപ്പോൾ 10% ആകാം, 20 ആകാം, 50 ആകാം, 100 ആകാം, 500 ആകാം, 1000 ആകാം. അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല അത് പറയുന്നതെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇൻഫോസിസിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് 750 rupees ആണ്. സോ അവരിപ്പം 100% ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുവാണെങ്കിൽ അതിനർത്ഥം ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുന്നത് 750 രൂപ ആയിരിക്കത്തില്ല എന്നുള്ളതാണ്. പകരം അവരുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 5 രൂപയാണ്. ആ 5 രൂപയായിരിക്കും ഡിവിഡൻഡ് പേ ഔട്ട്. അതുപോലെ അവരിപ്പം 200% ഡിവിഡൻഡ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുന്നത് 10 രൂപയായിരിക്കും. കാരണം ഫേസ് വാല്യൂ 5 ആണ്. അടുത്ത ടേം എന്ന് പറയുന്നത് ഡിവിഡൻഡ് yield ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കമ്പനി ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുമ്പം അത് പെർസെൻറ്റേജ് ആയിട്ടാണ് അവർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇൻഫോസിസിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 750 rupees ആണ്. അവരുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 5 രൂപയാണ്. അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് 600% ആണെങ്കിൽ ആ 600% ഓഫ് ആ 5 രൂപയായിരിക്കും ഡിവിഡൻഡ് പേ ഔട്ട് എന്ന് പറയുന്നത്. സോ അത് 30 രൂപ വരും. സോ ആ 30 രൂപ ഡിവൈഡഡ് ബൈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അതാണ് ഡിവിഡൻഡ് yield എന്ന് പറയുന്നത്. അതായത് 30/750 rupeesൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അതാണ് ഡിവിഡൻഡ് yield എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നിങ്ങൾ ആക്ച്വലി നോക്കേണ്ടത് ഈ ഫിഗറാണ്, അല്ലാതെ അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന 1000%ഉം 500%ഉം അല്ല. അടുത്തത് ഡിവിഡൻഡ് ടൈപ്സ് ആണ്. 3 ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പേ ഔട്ട്സ് ആണ് നോർമലി വരാറ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇൻ്ററിം ഡിവിഡൻഡ്, രണ്ടെന്ന് പറയുന്നത് ഫൈനൽ ഡിവിഡൻഡ്, മൂന്നെന്ന് പറയുന്നത് സ്പെഷ്യൽ ഡിവിഡൻഡ്. നോർമലി മിക്ക കമ്പനീസും ഫൈനൽ ഡിവിഡൻഡ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ.
പക്ഷേ ചില വലിയ കമ്പനീസ് ആണെങ്കിൽ ഒരു ഇൻ്ററിം ഡിവിഡൻഡ് കാണും, അതുപോലെ അവരുടെ തന്നെ മേ ബി ഒരു സ്പെഷ്യൽ ഡിവിഡൻഡും കാണും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസ് ഒക്കെ ആണെങ്കിൽ അവർ ഇൻ്ററിം ഡിവിഡൻഡും പേ ചെയ്യും, ഫൈനൽ ഡിവിഡൻഡും പേ ചെയ്യും, അതുപോലെ സ്പെഷ്യൽ ഡിവിഡൻഡും ഇടയ്ക്ക് പേ ചെയ്യാറുണ്ട്. അല്ലാത്ത ഗ്രോത്ത് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവർ വൺ ടൈം പേയ്മെൻറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാറുള്ളൂ, അത് ഫൈനൽ ഡിവിഡൻഡ് ആയിരിക്കും. അടുത്തത് ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് ഡേറ്റ് ആണ്. ഒരു കമ്പനി എന്നാണോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തത് അതിനാണ് ഡിവിഡൻഡ് അനൗൺസ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. മിക്കവാറും എല്ലാ കമ്പനീസും അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോഴാണ് ഡിവിഡൻഡും അനൗൺസ് ചെയ്യാറ്. അടുത്തത് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഡേറ്റ് ആണ്. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിവിഡൻഡ് കഴിഞ്ഞു പോയി എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസിൻ്റെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 1 ആണെങ്കിൽ ഡിസംബർ 31 വരെ ആരൊക്കെ ഇൻഫോസിസിൻ്റെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഡിവിഡൻഡ് കിട്ടും. അതിൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ജനുവരി 1-ാം തീയതിയാണ് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് എങ്കിൽ നമുക്ക് ഡിസംബർ 31 പോയി പർച്ചേസ് ചെയ്താലും മതി, നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അല്ലാതെ ഡിസംബർ 31 നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ആ ഷെയർ കാണണമെന്നില്ല ഡിവിഡൻഡ് കിട്ടാനായിട്ട്. അടുത്ത ടേം എന്ന് പറയുന്നത് ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് ആണ്. റെക്കോർഡ് ഡേറ്റിൻ്റെ അന്ന് ആരൊക്കെയാണോ ഷെയർ ഹോൾഡേഴ്സ് അവർക്കൊക്കെയാണ് ഡിവിഡൻഡ് കിട്ടുന്നത്. റെക്കോർഡ് ഡേറ്റ് എന്ന് പറയുന്നത് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് കഴിഞ്ഞുള്ള ദിവസമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡിസംബർ 31 ജനുവരി 1 2 എല്ലാം വർക്കിംഗ് ഡേയ്സ് ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ജനുവരി 1 എന്ന് പറയുന്നത് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആണെങ്കിൽ ജനുവരി 2 ആയിരിക്കും ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ്. അടുത്ത ടേം എന്ന് പറയുന്നത് ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഡേറ്റ് ആണ്. കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എന്നാണോ ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ആ ഡേറ്റിനെയാണ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത 4 ടേംസും ഇങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്. അതായത് ആദ്യം ഒരു കമ്പനി ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അത് എക്സ് ഡിവിഡൻഡ് ആവുന്നു, പിന്നെ അതിൻ്റെ റെക്കോർഡ് ഡേറ്റിൻ്റെ അന്ന് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് സോർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഡേറ്റ് വരുമ്പോഴത്തേക്ക് ആ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം അവർ ഡിവിഡൻഡ് പേ ചെയ്യുന്നു. ഇനി ഞാൻ ഡിവിഡൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു കമ്പനി അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ ചെയ്യുമ്പോഴത്തേക്ക് അവർ ഓൾറെഡി ഗവൺമെൻറ്റിൽ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ആയിട്ട് ഒരു 15% പേ ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ അക്കൗണ്ടിലോട്ട് അത് ക്രെഡിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ടാക്സ് വരുന്നില്ല. പക്ഷേ അതിലൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അപ് ടു 10 lakhs വരെ ആണെങ്കിൽ മാത്രമാണ് ടാക്സ് ഇല്ലാത്തത്. ഇപ്പം നിങ്ങൾക്കിപ്പം 10 lakhsലധികം ഒരു വർഷം ആനുവലി ഡിവിഡൻഡ് പേ ഏതൊരു കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. 10 lakhs അറൗണ്ട് ഡിവിഡൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2 crore അറൗണ്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും ഡിവിഡൻഡ് പേ ഔട്ട് വരത്തുള്ളൂ. സോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് ടാക്സ് വരാനുള്ള ചാൻസ് കുറവാണ്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് വീഡിയോ.